അപ്പം ഇന്ന് പറയാൻ പോണത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. ചെറുകഥകളൊക്കെ എഴുതണേ നല്ല രസമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, കഥകളൊക്കെയും വായിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാജിക് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു പുസ്തകമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു കുഞ്ഞു പുസ്തകമാണ് മാജിക് ബക്കറ്റ്. അതിലൊരു കുഞ്ഞു കഥയാണ്, അതിലെല്ലാം തന്നെയും കുഞ്ഞു കുഞ്ഞു കഥകളാണ്. അപ്പോൾ അതിൽ സന്തോഷത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ പറയാൻ പോണത്. അപ്പോൾ അതിനകത്ത് അജുമോൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയാണ്. അവന് 2ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്, കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ അവൻ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. ഉപ്പയുടെ അടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ അതെന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ എന്നൊക്കെ, ഇതെന്താ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ, എപ്പോഴും നിറയെ സംശയങ്ങളായിരിക്കും. അങ്ങനെ വേണം, കുട്ടികൾക്ക് എപ്പോഴും നിറയെ സംശയങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഈ അജ്മോൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഉപ്പയുടെ അടുത്ത്. അപ്പോൾ ഒരു ദിവസം അജ്മോൻ ഇങ്ങനെ ചോദിക്കും, ഉപ്പ സന്തോഷത്തിൻ്റെ അർത്ഥം എന്താ, സന്തോഷം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ ചോദിക്കും. അപ്പോൾ ഉപ്പ ഇങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷേ മുഴുവൻ അങ്ങോട്ട് അവന് മനസ്സിലാവില്ല. ഉപ്പ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവനങ്ങോട്ട് മനസ്സിലാവില്ല. അവൻ 2-ലല്ലേ ആയിട്ടുള്ളൂ. ഉപ്പയ്ക്കാണെങ്കിൽ അവന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും പറ്റണില്ല. അപ്പോൾ അവസാനം ഉപ്പ പറയും, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിനക്ക് പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാമെന്ന് പറയും. അപ്പോൾ അവൻ ശരി എന്ന് പറയും കേട്ടോ. പക്ഷെ പിന്നെ അജുമോനും മറക്കും ഈ കാര്യം, ഉപ്പയും മറക്കും ഈ കാര്യം. ഈ ചോദ്യം ചോദിച്ചതും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം അത് വിട്ടുപോകും. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവരുടെ സ്കൂൾ പൂട്ടും, അജുമോൻ്റെ സ്കൂൾ പൂട്ടും. അപ്പോൾ അജുമോൻ വന്നിട്ട് പറയും, ഞങ്ങളുടെ സ്കൂൾ പൂട്ടി, വേനലവധിയായി എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ ചോദിക്കും, ഉപ്പ എന്തിനാണ് ഈ സ്കൂൾ പൂട്ടണത്, ഈ 2 മാസത്തേക്ക് എന്തിനാണ് അവധി എന്ന് ചോദിക്കും. അപ്പോൾ ഉപ്പ ചോദിക്കും, അതെന്താ എനിക്ക് സ്കൂൾ പൂട്ടണത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അജുമോൻ പറയും, എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ എന്തിനാണെന്നറിയാനാണ്, എന്തിനീ 2 മാസം അവധി എന്തിനാണ്, ഓണത്തിനാണെങ്കിൽ ഓണത്തിനുള്ള അവധിയാണ്, ക്രിസ്മസിനാണെങ്കിൽ ക്രിസ്മസിനുള്ള അവധിയാണ്, ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവധിയാണ്, ഈ 2 മാസത്തെ അവധി എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഉപ്പ പറയും, അത് വേനലവധിയല്ലേ, വേനലിന് ഭയങ്കര ചൂടല്ലേ, പലയിടത്തും വെള്ളം ഉണ്ടാവില്ല, എല്ലാവർക്കും ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെയും ക്ലാസ്സിലിരുന്ന് വാടി തളരില്ലേ ചൂട് കാരണം. അപ്പോൾ നമുക്ക് ശരിയാണല്ലേ, നമുക്കിങ്ങനെ ചൂട് ഉഷ്ണിച്ചിട്ടിരുന്ന് നമുക്കൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് വേനലവധി, വേനലിന് അവധി കൊടുക്കണത് അത് കാരണമാണ്, ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് കാരണമാണ് എന്ന് പറയും. അപ്പോൾ പിന്നെ ശരിയാണ്. അപ്പോൾ പക്ഷേ ഈ കിളികൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെയും അവർക്കും ഇല്ലേ ചൂട്, വേനലിന് അവർക്കും ഉഷ്ണിക്കില്ലേ, അവർക്കും ചൂടെടുക്കില്ലേ. അപ്പോൾ അവർക്ക് സ്കൂളിന് അവധിയുണ്ടോ, അവർക്കൊരു സ്കൂളുണ്ടോ, അവർ സ്കൂളിൽ പോകുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർ പഠിക്കുന്നുണ്ടോ, അവർക്കും അവധി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഉപ്പ പറയും, അവരുടെ സ്കൂൾ പ്രകൃതി തന്നെയാണ് എന്ന് പറയും, അവരെല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് എന്ന് പറയും. എന്നിട്ട് പറയും, അവർക്ക് അവധിയല്ല, അവരിങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂള് പോലെ പോയി കാലത്ത് പോയി വൈകുന്നേരം വരണ പോലെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ ചൂടെടുക്കും, അവർക്കും ചൂടെടുക്കും. അപ്പോൾ ഉപ്പ പറയും, നീ അജുമോൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തേ, നമുക്ക് ടെറസിൽ കിളികൾക്ക് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം വെക്കാം. കാക്കകളും കിളികളൊക്കെയും പറന്നു പോകുമ്പോൾ അവർക്ക് വെള്ളം ദാഹിച്ച് അവർ വലയൂലേ. നമ്മൾ വേറെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, വെള്ളം ദാഹിച്ച കാക്ക കലത്തിൽ കല്ലിട്ടിട്ട് വെള്ളം കുടിച്ച കഥ. അതുപോലെ കിളികൾക്കൊക്കെയും വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസവും ടെറസിൽ ഇത്തിരി വെള്ളം വെക്കാം. അജുമോൻ അത് ചെയ്യുമോ എന്ന് ചോദിക്കും ഉപ്പ. അപ്പോൾ അജുമോൻ പറയും, തീർച്ചയായിട്ടും എന്തായാലും ചെയ്യും എന്ന് പറയും. അങ്ങനെ അവൻ വേഗം ഒരു പാത്രത്തിൽ ടെറസിൽ പോയിട്ട് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെക്കും. എന്നിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, കിളികൾ വല്ലവരും വന്ന് കുടിക്കുന്നുണ്ടോ, അവൻ വെച്ച വെള്ളം ആരെങ്കിലും കുടിക്കുന്നുണ്ടോ നോക്കി. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു ദിവസം കുറേ കുഞ്ഞി കുരുവികൾ വന്നിട്ടുണ്ട്, അജുമോൻ വെച്ച വെള്ളം കുടിക്കണു. ചുറ്റും നിന്ന്, ആ പാത്രത്തിൻ്റെ ചുറ്റും നിന്ന് എല്ലാവരും വെള്ളം കുടിക്കുക. 3-4 കിളികളുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും അജുമോൻ വേഗം ഉപ്പയുടെ അടുത്ത് ഓടി ചെന്നിട്ട് പറയും, ഉപ്പ ടെറസിലേക്ക് വാ, അവർ കാഴ്ച കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെ ഉപ്പേനെ കൊണ്ട് കാണിക്കും. അപ്പോൾ ഉപ്പ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും നോക്കുമ്പോൾ അജുമോൻ ഇത് നോക്കി നിന്ന് ചിരിക്കുകയാണ് കേട്ടോ, ഈ കിളികൾ വെള്ളം കുടിക്കണത് കണ്ടിട്ട്. അപ്പോൾ ഉപ്പ ചോദിക്കും, എന്തിനാ അജുമോനെ നീ ചിരിക്കണം എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ അജുമോൻ പറയും, ഈ കിളികൾ വെള്ളം കുടിക്കണ കണ്ടിട്ടാ എന്ന് പറയും, ഞാൻ വെച്ച വെള്ളം അവർ കുടിക്കണ കണ്ടിട്ടാ എന്ന് പറയും. അപ്പോൾ ഇപ്പം എന്താ മനസ്സിൽ തോന്നണേ നിനക്ക് എന്ന് ചോദിക്കും ഉപ്പ. അപ്പോൾ അജുമോൻ പറയും, എനിക്ക് സന്തോഷം. അപ്പോൾ ഉപ്പ ചിരിക്കും, ഇപ്പം നിനക്ക് മനസ്സിലായോ സന്തോഷത്തിൻ്റെ അർത്ഥം, നീ മുമ്പൊരിക്കൽ എന്നോട് ചോദിച്ചില്ലേ സന്തോഷത്തിൻ്റെ അർത്ഥം എന്താണെന്ന്, ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ അജുമോൻ പറയും, എനിക്ക് മനസ്സിലായി ഉപ്പ എന്ന് പറയും. എന്നിട്ട് അപ്പോൾ ഉപ്പയും ചിരിക്കും. അപ്പോൾ അജുമോൻ തിരിച്ചു ചോദിക്കും ഉപ്പയുടെ അടുത്ത്, ഉപ്പ എന്തിനാ ചിരിക്കണേ എന്ന് ചോദിക്കും. അപ്പോൾ ഉപ്പ പറയും, നീ ചിരിക്കണ കണ്ടിട്ട്, നീ സന്തോഷിക്കണ കണ്ടിട്ട് എനിക്കും സന്തോഷമാണ്, അതുകൊണ്ട് ഞാൻ ചിരിക്കണു എന്ന് പറയും. അങ്ങനെയാണല്ലേ നമ്മൾ ചെയ്യണ ഒരു കാര്യം വേറൊരാൾക്ക് സന്തോഷമാവുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി സന്തോഷമാവും. നമ്മൾ ചെയ്ത് ഒരു സഹായം അവർക്ക് ഗുണമായി, നമ്മൾ ചെയ്തൊരു കാര്യം മറ്റൊരാൾക്ക് ഗുണമായി, അവർക്ക് സന്തോഷമായി എന്ന് കാണുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മളുടെ സന്തോഷം ഇരട്ടിക്കും. നമ്മൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും വേറെ ആർക്കെങ്കിലും ഗുണമോ സഹായമോ സന്തോഷമോ ഒക്കെ ആവണം കേട്ടോ. അതാണ് സന്തോഷത്തിൻ്റെ അർത്ഥം.